അടുത്തിടെ വന്ന പൗരത്വ നിയമത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളായ ഇന്ത്യയിലെ അനധികൃത കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകുന്നതായിരുന്നു പുതിയ ഭേദഗതി. ആ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മതവിഭാഗമാണ് പാഴ്സി. ആ മതവിഭാഗത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അതിനു മുൻപ് ഒരു ചോദ്യം: പൗരത്വം നൽകുന്നതിന്റെ മാനദണ്ഡം മതമാക്കിയതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്തായാലും കമന്റ് ബോക്സിൽ എഴുതൂ. ഭാരതത്തിൽ മാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഒന്നാണ് പാഴ്സി മതം. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അറബ് അധിനിവേശ കാലഘട്ടത്തിൽ മതപരമായ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മധ്യകാല ഇന്ത്യയിലേക്ക് കുടിയേറിയ പേർഷ്യക്കാരിൽ ഉൾപ്പെടുന്നവരായിരുന്നു ഇവരും. ഏകദേശം 1200 വർഷങ്ങൾക്ക് മുൻപേ ഭാരതത്തിൽ അഭയാർത്ഥികളായി വന്ന പാഴ്സികളുടെ ദേശം ഇന്നത്തെ ഇറാനായിരുന്നു. അറബികളുടെ അധിനിവേശത്തോടു കൂടിയാണ് അവർക്ക് അവിടം വിടേണ്ടി വന്നത്. സൊറാസ്ട്രിയനിസം എന്നും പാഴ്സികളെ വിളിക്കാറുണ്ട്. പാഴ്സികളുടെ പ്രവാചകന്റെ പേരിൽ നിന്നാണ് ഈ പദം ഉരുത്തിരിഞ്ഞത്. സൊറോസ്റ്റർ ജീവിച്ച കാലഘട്ടം ഏതായിരുന്നുവെന്ന് വ്യക്തമല്ലെങ്കിലും 1700-നും 1500-നും ഇടയിലാണെന്ന് കരുതപ്പെടുന്നു. ഇറാൻ ഭരിച്ചിരുന്ന ആക്യമീനിയൻ, അർസാസിഡ്, സെസാനിയൻ എന്നീ 3 സാമ്രാജ്യങ്ങളുടെ ഔദ്യോഗിക മതമായിരുന്നു ഒരിക്കൽ പാഴ്സി. 7-ാം നൂറ്റാണ്ടിലെ അറബ് അധിനിവേശത്തിന് ശേഷം ഏതാനും പാഴ്സികൾ കൊഹിസ്ഥാനിലേക്ക് പലായനം ചെയ്തു. അവിടെയും അധിനിവേശം ഉണ്ടായപ്പോൾ ഭയന്ന ഹോർമിസിൽ പലായനം ചെയ്തു. 15 വർഷങ്ങൾക്കു ശേഷം അവിടെ നിന്നും ഭയന്ന് അവർ ഇന്ത്യയിലേക്ക് വരാൻ തീരുമാനിച്ചു. കടൽ മാർഗമായിരുന്നത്രേ അന്ന് പലരും ഇന്ത്യയിലെത്തിയത്. 8-ാം നൂറ്റാണ്ടിലാണ് പാഴ്സികൾ ഇന്ത്യയിലേക്ക് എത്തി തുടങ്ങിയതെന്ന് കരുതുന്നു. അവിടെ അവർ ഒരു ചെറിയ കാർഷിക സമൂഹമായി 800 വർഷക്കാലം ജീവിച്ചു. ഇവരുടെ വരവിനെക്കുറിച്ച് പറയുന്ന ഒരു കഥയുണ്ട്. അതെന്താണെന്ന് നോക്കാം. പല രാജ്യങ്ങളിലെയും ന്യൂനപക്ഷ വിഭാഗങ്ങളായി തുടർന്നതുകൊണ്ട് തന്നെ ഈ വിഭാഗം പലതരത്തിലുള്ള പ്രശ്നങ്ങളെ നേരിട്ടിരുന്നു. അങ്ങനെ ഒരിക്കലാണ് പാഴ്സികൾ ഇന്ത്യയിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നത്. സ്വന്തം ദേശത്തു നിന്നും പീഡനം അനുഭവിച്ച ജനത കടൽ മാർഗമായിരുന്നു ഇന്ത്യയെ ലക്ഷ്യമിട്ട് സഞ്ചരിച്ചത്. കയ്യിൽ കിട്ടിയത് മുഴുവൻ എടുത്ത് കുട്ടികളെയും വാരിക്കൂട്ടിയാണ് അവരുടെ സഞ്ചാരം. പെട്ടെന്നാണ് കടലിന്റെ സ്വഭാവം മാറിയത്. കടൽ ക്ഷോഭിച്ചു. അന്തരീക്ഷം മാറി മറിഞ്ഞു. അവർ സഞ്ചരിച്ച ചെറിയ ബോട്ടുകൾ കടൽ തിരകളിൽ നിയന്ത്രണം വിട്ടൊഴുകി നടന്നു. അഹറു മസ്ദ എന്ന അവരുടെ ദൈവത്തെ വിളിച്ച് അവർ പ്രാർത്ഥന തുടങ്ങി. ഒരാപത്തും വരാതെ തീരത്തെത്തിയാൽ അവിടെ ഒരു അറ്റാച്ച് ബെഹ്റാം, അതായത് ഫയർ ടെമ്പിൾ നിർമ്മിക്കാമെന്നും അവർ തീരുമാനിച്ചു. അവരുടെ പ്രാർത്ഥന ഫലിച്ചു. കടലിന്റെ സ്വഭാവം മാറി. അവർ ഗുജറാത്തെ തീരത്തെത്തി. സുരക്ഷിതമായി എത്തിയതിന്റെ നന്ദി സൂചകമായാണ് ഇന്ത്യയിലെ ആദ്യത്തെ അറ്റാച്ച് ബെഹ്റാം പാഴ്സികൾ പണിതത്. ബനാജി ലിമിജി അഗേറിയുടെ നിർമ്മാണം അങ്ങനെയാണ് പൂർത്തിയാകുന്നത്. സഞ്ചനിലെ അന്നത്തെ പ്രാദേശിക ഭരണാധികാരിയായിരുന്ന ജദി റാണയെ പാഴ്സി ഉന്നത പുരോഹിതന്മാർ കാണുകയും മതത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം അവർക്ക് ഭവനങ്ങൾ പണിയുവാനും ആരാധനാ സ്വാതന്ത്ര്യവും നൽകി. പകരമായി പാഴ്സികൾ അവരുടെ ആയുധങ്ങൾ സമർപ്പിക്കുകയും ഗുജറാത്തി മാതൃഭാഷയായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. ചെയ്തു തന്ന ഉപകാരത്തിന് എന്താണ് പ്രതിഫലം നൽകുകയെന്ന് അന്നത്തെ രാജാവ് ഇവരോട് ചോദിക്കുകയുണ്ടായി. അതിന് മറുപടി പറയാതെ ഒരു കുടം പാലും പഞ്ചസാരയും കൊണ്ടുവരാനാണ് പാഴ്സി പണ്ഡിതൻ ഉത്തരവിട്ടത്. പാലും പഞ്ചസാരയും എത്തിയപ്പോൾ പുരോഹിതൻ പഞ്ചസാര പാലിൽ കലക്കി നല്ല പോലെ ഇളക്കി. എന്നിട്ട് ചുറ്റുമുള്ളവരോട് ചോദിച്ചു, ഇപ്പോൾ പാലിനെയും പഞ്ചസാരയെയും വേർതിരിച്ച് കാണാൻ സാധിക്കുന്നുണ്ടോ? ആ കുടത്തിലേക്ക് നോക്കി ചുറ്റുമുള്ളവർ ഉത്തരം നൽകി, ഇല്ല. ഇതുപോലെയായിരിക്കും ഞങ്ങളും. ജീവിക്കാൻ ഇടം തന്ന രാജ്യത്തിൽ ഞങ്ങൾ അലിഞ്ഞു ചേരുമെന്നായിരുന്നു അന്ന് ആ പുരോഹിതൻ രാജാവിന് നൽകിയ വാക്ക്. പല അധിനിവേശ യുദ്ധങ്ങളിലും പാഴ്സികൾ രാജാവിനോടൊപ്പം പോരാടി. പിന്നീട് പാഴ്സികൾ പല സ്ഥലത്തായി ചിതറി. ബ്രോച്ച്, അങ്കലേശ്വർ, നവസാരി തുടങ്ങിയ ഗുജറാത്തിലെ ചില നഗരങ്ങളിലേക്ക് അവർ കുടിയേറി. 18-ാം നൂറ്റാണ്ടോടുകൂടി സൂറത്തിൽ പാഴ്സികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു. അതിനുശേഷം ബോംബെയിലേക്കാണ് അവർ ചേക്കേറിയത്. അവിടെ പല ബിസിനസ്സുകളും ചെയ്ത് അവർ ജീവിച്ചു പോന്നു. നവസാരിയിലെ ഡസ്റ്റർ മെഹർജി റാണയെ മുഗൾ ചക്രവർത്തി അക്ബറിന്റെ സദസ്സിലേക്ക് ക്ഷണിച്ചിരുന്നു. അദ്ദേഹം അവിടെ എത്തി മതം പ്രചരിപ്പിച്ചുവെന്നും സംവാദങ്ങൾ നടത്തിയെന്നും പറയപ്പെടുന്നു. 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ ഏറ്റവും വിദ്യാസമ്പന്നരായ വിഭാഗം കൂടിയായിരുന്നു പാഴ്സികൾ. ബ്രിട്ടീഷ് ഹൗസ് ഓഫ് കോമൺസിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനായിരുന്ന ദാദാഭായ് നവറോജി ഗുജറാത്തിലെ ഒരു പാഴ്സിക്കാരനായിരുന്നു. നല്ല ചിന്ത, നല്ല പ്രവൃത്തി, നല്ല ലക്ഷ്യം എന്നതായിരുന്നു സൊറോസ്ട്രിയരുടെ അടിസ്ഥാന തത്വം, അല്ലെങ്കിൽ വചനങ്ങൾ. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിലാണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥ സന്തോഷമെന്നും അവർ വിശ്വസിച്ചു പോന്നു. പാഴ്സി ദമ്പതികൾക്ക് ജനിച്ചാലും ഒരു കുഞ്ഞ് പാഴ്സിയാകുന്നില്ല. ആ കുഞ്ഞിന് 7 വയസ്സാകുന്നതോടെയാണ് അവന്റെ മതം നിർണയിക്കപ്പെടുന്നത്. നവജോത് എന്ന പാഴ്സി വിശേഷ ദിവസത്തിലാണ് കുഞ്ഞിന്റെ ഉപനയനം നടക്കുക. ഉപനയനം എന്നത് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഒരു വ്യക്തിക്ക് പാഴ്സിയായി ജീവിക്കണോ അതോ മറ്റേതെങ്കിലും മതം സ്വീകരിക്കണമോ എന്ന് തീരുമാനിക്കാനുള്ള ചടങ്ങാണിത്. ചെമ്മരിയാടിന്റെ രോമത്തിൽ നിന്ന് കോർത്തെടുക്കുന്ന 72 കെട്ടുള്ള കുസ്തി എന്ന വിശുദ്ധ നൂല് 72 അധ്യായങ്ങളുള്ള യസ്ന എന്ന പാഴ്സി ഗ്രന്ഥത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആദ്യമായി ഒരു പാഴ്സിക്ക് ചൊല്ലിക്കൊടുക്കുന്ന പ്രാർത്ഥനയുടെ പേരാണ് അഹുൻവർ അഥവാ അതോവർ. ഇതോടെയാണ് അവർ പാഴ്സി മതത്തിന്റെ ഭാഗമായി മാറുന്നത്. ഇറാനിൽ നിന്നും ഇന്ത്യയിലെത്തിയവരാണ് പാഴ്സികൾ. അവർക്ക് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നൽകി ഇന്ത്യ അവരെ തന്നിലേക്ക് അടുപ്പിച്ചു.
ഒടുവിൽ അവർ ഇന്ത്യൻ ജനതയായി മാറി. എന്നാൽ അടുത്ത കാലത്തായി പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ പാഴ്സികളുടെ എണ്ണം പ്രതിവർഷം കുറഞ്ഞു വരികയാണെന്നാണ്. അതേസമയം മുംബൈയിലാണ് ഇവർ കൂടുതലായി താമസിക്കുന്നതെന്നാണ് സെൻസസ് റിപ്പോർട്ട്. ലോകമതങ്ങളെ പഴക്കത്തിന്റെ അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തുമ്പോൾ 3-ാം സ്ഥാനത്താണ് ഈ ജനവിഭാഗമുള്ളത്. നമ്മുടെ അയൽ രാജ്യങ്ങളിൽ മതപീഡനം നേരിടുന്ന മുസ്ലിങ്ങളല്ലാത്ത ന്യൂനപക്ഷക്കാർക്ക് പൗരത്വം നൽകുമ്പോൾ ഈ പാഴ്സി വിഭാഗത്തെയും ആ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും നൽകുമല്ലോ. ഇത്തരം വീഡിയോസ് നിങ്ങൾ ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതൂ.